2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം, സാംസൺ ഏതു സമയത്താണ് ഒരു ആട്ടിൻകുട്ടിയുമായി തൻ്റെ ഫിലിസ്തീയ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് തൻ്റെ ഫിലിസ്തീയ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഒരു ആട്ടിൻകുട്ടിയുമായി. മൂന്നാമത്തെ ചോദ്യം, ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരു ആട്ടിൻകുട്ടിയുമായി തൻ്റെ ഫിലിസ്തീയ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്ന സാംസൺ പറഞ്ഞത് എന്ത്? ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. നാലാമത്തെ ചോദ്യം, സാംസൺ ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് അനുവദിക്കാതിരുന്നതാര്? ഫിലിസ്തീയ ഭാര്യയുടെ പിതാവ്. അഞ്ചാമത്തെ ചോദ്യം, സാംസന്റെ ഫിലിസ്തീയ ഭാര്യയെ ആർക്കു കൊടുത്തു എന്നാണ് അവളുടെ പിതാവ് സാംസനോട് പറഞ്ഞത്? സാംസന്റെ കൂട്ടുകാരന്. സാംസന്റെ ഫിലിസ്തീയ ഭാര്യയെ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് എന്തുകൊണ്ടാണെന്നാണ് പിതാവ് പറഞ്ഞത്? സാംസൺ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച്. സാംസനോട് ഭാര്യയുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞതാര്? ഭാര്യയുടെ പിതാവ്. സാംസൺ എന്തിനെ പിടിച്ചാണ് വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ച് കെട്ടി പന്തങ്ങൾക്ക് തീ കൊളുത്തി വിട്ടത്? കുറുനരികളെ. സാംസൺ എത്ര കുറുനരികളെ പിടിച്ചാണ് ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് വെച്ച് കെട്ടിയത്? 300 കുറുനരികളെ. സാംസൺ കുറുനരികളെ ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ വച്ചു കെട്ടിയതെന്ത്? പന്തം. സാംസൺ കുറുനരികളെ പിടിച്ചു ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം വച്ചു കെട്ടി എവിടേക്കാണ് വിട്ടത്? ധാന്യവിളയിലേക്ക്. ഈ രണ്ട് കുറുനരികളെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് പന്തം വെച്ചു കെട്ടി ആരുടെ ധാന്യവിളയിലേക്കാണ് സാംസൺ അവയെ വിട്ടത്? ഫിലിസ്തീയരുടെ. സാംസൺ ഫിലിസ്തീയരുടെ ധാന്യവിളയിലേക്ക് പന്തം കൊളുത്തിയ കുറുനരികളെ വിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. പന്തം വെച്ച് കെട്ടിയ കുറുനരികളെ ധാന്യവിളയിലേക്ക് സാംസൺ വിട്ടതിന് കാരണം എന്താണെന്നാണ് ഫിലിസ്തീയരോട് പറഞ്ഞത്? അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട്. ഫിലിസ്തീയർ സാംസന്റെ ഭാര്യയോടും പിതാവിനോടും ചെയ്തതെന്ത്? ഭാര്യയെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ ഫിലിസ്തീയരെ ക്രൂരമായി പ്രഹരിച്ചു കൊന്നുകളഞ്ഞ ശേഷം എവിടെ പോയാണ് താമസിച്ചത്? ഏത്താം പാറക്കെട്ടിൽ. ഫിലിസ്തീയർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ഏതു പട്ടണമാണ് ആക്രമിച്ചത്? ലേഹി പട്ടണം. നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്ന് ഫിലിസ്തീയരോട് ചോദിച്ചതാര്? യൂദായിലെ ജനം. ഫിലിസ്തീയർ ലേഹി പട്ടണം ആക്രമിച്ചത് എന്തിനാണെന്നാണ് പറഞ്ഞത്? സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടി. സാംസനെ എന്തു ചെയ്യുന്നതിനു വേണ്ടിയാണ് ഫിലിസ്തീയർ ലേഹി പട്ടണം ആക്രമിച്ചതെന്നാണ് അവർ പറഞ്ഞത്? ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടി. ഫിലിസ്തീയരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് സാംസനോട് ചോദിച്ചതാര്? യൂദായിലെ 3000 ആളുകൾ. ഞങ്ങളുടെ ഭരണാധികാരികൾ ആരാണെന്നാണ് യൂദായിലെ ജനം സാംസനോട് പറഞ്ഞത്? ഫിലിസ്തീയർ. നിന്നെ ബന്ധിച്ച് ഫിലിസ്തീയരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്ന് സാംസനോട് പറഞ്ഞതാര്? യൂദായിലെ ജനം. യൂദായിലെ ജനത്തോട് എന്തു ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യാനാണ് സാംസൺ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്. യൂദായിലെ ജനം സാംസനെ എന്തു ചെയ്യുകയേയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്? ബന്ധിച്ച് ഫിലിസ്തീയരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ. സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് യൂദാ ജനം പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത്? പുതിയ 2 കയറുകൊണ്ട്. കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നതിനാൽ സാംസനെ ബന്ധിച്ചു കൊണ്ടുവന്ന കയറിന് സംഭവിച്ചതെന്ത്? ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു. സാംസൺ എന്തിൻ്റെ താടിയെല്ലുകൊണ്ടാണ് 1000 പേരെ കൊന്നത്? കഴുതയുടെ. സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് റാമാത്ത് ലേഹി. സാംസൺ എന്ത് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിനാണ് റാമാത്ത് ലേഹി എന്ന പേരുണ്ടായത്? കഴുതയുടെ താടിയെല്ല്. സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എങ്ങനെയുള്ള സ്ഥലം തുറന്നാണ് അതിൽ നിന്ന് ദൈവം ജലം പുറപ്പെടുവിച്ചത്?
പൊള്ളയായ ഒരു സ്ഥലം. സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് അതിൽ നിന്ന് ദൈവം ജലം പുറപ്പെടുവിച്ചു. അതിനാൽ ആ സ്ഥലത്തിന് ലഭിച്ച പേർ എൻ ഹക്കോർ. ഫിലിസ്തീയരുടെ കാലത്ത് സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 20 വർഷം. ആരുടെ കാലത്താണ് സാംസൺ 20 വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? ഫിലിസ്തീയരുടെ.